മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയായി എമ്പുരാൻ എത്തുമ്പോൾ മോളിവുഡിലെ സകല റെക്കോർഡുകളും തകരും എന്നാണ് സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കുന്നത്. ഒന്നാം ഭാഗം ഉയർത്തിയ ഹൈപ്പ് മാത്രമല്ല, രണ്ടാം ഭാഗത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള പ്രൊമോഷണൽ മെറ്റീരിയലുകൾ കൂടിയാണ് ഈ ഒരു പ്രതീക്ഷയ്ക്ക് കാരണമായിട്ടുള്ളത്. സമീപകാലത്ത് ചിത്രത്തിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളും അത്ഭുതപ്പെടുത്തുന്നവയാണ്. ഇത്രയും വലിയ ബജറ്റിൽ ഒരു സിനിമ ഒരുക്കുമ്പോൾ പൃഥ്വിരാജ് എന്ന സംവിധായകൻ തീർച്ചയായും മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും പാൻ ഇന്ത്യൻ ലെവലിലോ അല്ലെങ്കിൽ പാൻ വേൾഡ് തലത്തിലോ സിനിമയെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് ഓരോ സിനിമാ പ്രേമികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ ഒരു പാറ്റേൺ ഈ ചിത്രത്തിന്റെ പ്രൊമോഷന് തീർച്ചയായും ഉണ്ടാകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലൊന്നു തന്നെയാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റുകൾ. എമ്പുരാനിലെ ക്യാരക്ടർ പോസ്റ്റുകൾ തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരിൽ കൗതുകം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഓരോ പോസ്റ്റുകളും പുറത്തുവിടുന്നത്. ഒപ്പം തന്നെ സസ്പെൻസും നിലനിർത്തുന്നുണ്ട്. ഡയലോഗുകൾ കൊണ്ടുകൂടി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു ലൂസിഫർ. രാംദാസ് എന്ന വൻമരം വീണു എന്ന ഡയലോഗാണ് ഏറ്റവും ആദ്യം ഹിറ്റായത്. പിന്നീട് സായ് കുമാറിന്റെ മഹേഷ് വർമ്മ എന്ന കഥാപാത്രത്തിന്റെ ചില ഡയലോഗുകളും ജതിൻ രാംദാസ് എന്ന ടൊവിനോയുടെ കഥാപാത്രത്തിന്റെ ഡയലോഗുകളും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മാസ് ഡയലോഗുകളും ഒക്കെ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ ആകർഷിച്ചു. ഒരുപാട് ട്രോളുകളിലും മീമുകളിലുമൊക്കെ ഈ ഡയലോഗുകൾ നിറയുകയും ചെയ്തു. മോഹൻലാലിന്റെ കഥാപാത്രമായ സ്റ്റീഫൻ നെടുമ്പള്ളിയെ അച്ഛനെ കുറിച്ച് ചോദിക്കുന്ന ഒറ്റ ഡയലോഗ് കൊണ്ട് അടിച്ചിരുത്തിക്കളഞ്ഞ കഥാപാത്രമാണ് സായ് കുമാറിന്റെ വർമ്മ സാർ. സിനിമയുടെ അവസാനം അവശേഷിപ്പിച്ചു പോകുന്ന ചോദ്യങ്ങളിലൊന്നും അത് തന്നെയാണ്. ആരാണ് സ്റ്റീഫന്റെ പിതാവ് എന്നതിന് പുറമെ സ്റ്റീഫൻ നെടുമ്പള്ളി ആരാണെന്നും എന്താണ് സ്റ്റീഫന്റെ കഴിഞ്ഞ കാലം എന്നിങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ലൂസിഫർ അവശേഷിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ചിത്രത്തിലെ ഹിറ്റ് കഥാപാത്രമായ സായ് കുമാറിന്റെ ക്യാരക്ടറാണ്. തന്നെ എങ്ങനെയാണ് ലൂസിഫറിലെ കഥാപാത്രം അവതരിപ്പിക്കാനായി പൃഥ്വിരാജ് കൺവിൻസ് ചെയ്തത് എന്ന കാര്യം ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്താണ് സായ് കുമാർ ഈ കഥാപാത്രം ഏറ്റെടുക്കുന്നത്. കാലിന് ബുദ്ധിമുട്ടുണ്ടെന്നും നടക്കാൻ വയ്യെന്നും അറിയിച്ചപ്പോൾ നടക്കാൻ വയ്യെങ്കിൽ ആ രീതിയിൽ വർമ്മ സാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാമെന്നും അതല്ല വീൽ ചെയറിലാണെങ്കിൽ അങ്ങനെയും ആവാമെന്നും പറഞ്ഞാണ് തന്നെ കൺവിൻസ് ചെയ്തത് എന്നാണ് സായ് കുമാർ വ്യക്തമാക്കുന്നത്. വർമ്മ സാറിന്റെ ക്യാരക്ടർ പോസ്റ്ററിന് മികച്ച പ്രതികരണമാണ് സോഷ്യൽ മീഡിയ നൽകുന്നത്. ഈ പോസ്റ്റിന് താഴെ കൂടുതൽ ആരാധകരും അദ്ദേഹത്തിന്റെ ആ വൈറൽ ഡയലോഗ് തന്നെയാണ് കമന്റ് ചെയ്തിട്ടുമുള്ളത്. അതുപോലെ ചിത്രത്തിലെ രാംദാസ് എന്ന കഥാപാത്രത്തിന്റെ ചില വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ലൂസിഫറിൽ മരിച്ചു പോകുന്ന ഈ കഥാപാത്രത്തിന് എമ്പുരാനിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടെന്നാണ് വിവരം. രാംദാസ് എന്ന വൻമരം വീണിട്ടില്ല എന്ന് ചുരുക്കം. സച്ചിൻ ഗദേക്കറാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. തനിക്ക് ലൂസിഫറിലെ ഏറെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ലഭിച്ചതെന്നും പുറത്തുനിന്ന് കാണുന്ന സിനിമാ പ്രേമികൾ ഇപ്പോഴും PKR എന്ന പേരിലാണ് തന്നെ അഭിസംബോധന ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ലൂസിഫറിനെ അപേക്ഷിച്ച് എമ്പുരാനിൽ തനിക്ക് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും സിനിമയിൽ ഉടനീളം PKR എന്ന കഥാപാത്രത്തിന്റെ സാന്നിധ്യമുണ്ടെന്നും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ചില നിർണായക സീനുകളിൽ PKR ഉണ്ടാകുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മര്യാദ വേണ്ടേ എന്ന ഡയലോഗിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ച നടൻ ബൈജുവിന്റെ മുരുകൻ എന്ന കഥാപാത്രവും അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ലൂസിഫറിലെ പോലെ തന്നെ എമ്പുരാനിലും മുരുകനുണ്ടെന്നും വളരെയധികം ഇഷ്ടത്തോടെയാണ് ഈ സിനിമ ചെയ്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എമ്പുരാൻ നിങ്ങൾ കാണണം, കണ്ടേ പറ്റൂ, കണ്ടാൽ നിങ്ങൾക്ക് കൊള്ളാം, പിന്നെ ഞങ്ങൾക്കും കൊള്ളാം എന്നാണ് തമാശ രീതിയിൽ ബൈജു പറഞ്ഞു നിർത്തുന്നത്. അതുപോലെ പീതാംബരനായി എത്തുന്ന നടൻ നന്ദുവും ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് പങ്കുവെക്കുന്നുണ്ട്. 5 വർഷം മുമ്പ് പൃഥ്വിരാജ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നുവെന്നും സിനിമയിൽ വരുന്നതിന് മുൻപേ രാജുവിന് സംവിധായകനാകണം എന്നായിരുന്നു ആഗ്രഹമെന്നും ഒരു വേഷം തരണമെന്ന് താൻ പറഞ്ഞിരുന്നു എന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഈ ചിത്രത്തിൽ ചേട്ടന് പറ്റിയ വേഷമൊന്നും ഇല്ലെന്നായിരുന്നു മറുപടിയെന്നും വലിയ ലെങ്തി വേഷമൊന്നുമല്ല ആഗ്രഹിക്കുന്നത്, വെറുതെ നടന്നു പോകുന്ന ഒരു കഥാപാത്രമായാലും താൻ ഹാപ്പിയാണെന്നും രാജു സംവിധാനം ചെയ്ത ആദ്യ ചിത്രത്തിൽ താനും ഭാഗമായിരുന്നു എന്ന് പറയാമല്ലോ എന്നും നന്ദു വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണ് നന്ദു ലൂസിഫറിന്റെ ഭാഗമാകുന്നത്. എന്തായാലും ആരാധകർക്ക് അറിയാൻ ഏറെ കൗതുകമുള്ള കഥാപാത്രങ്ങളുടെ റിവീലിംഗ് വരും ദിവസങ്ങളിലുണ്ടാകും. എമ്പുരാന്റെ ടീസർ റിലീസ് ചെയ്തത് മമ്മൂട്ടിയാണ്. ചിത്രത്തിന്റെ ട്രെയിലറിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. സർപ്രൈസ് ക്യാമിയോ അപ്പിയറൻസുകളും സിനിമയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട്. മാർച്ച് 27 ചിത്രം റിലീസ് ചെയ്യും. മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലാണ് റിലീസിനൊരുങ്ങുന്നത്. 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും 4 രാജ്യങ്ങളിലും ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ നിർമ്മാണം ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ്.